ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 6-ാമത്തെ വാക്യം. അങ്ങനെ ഇസ്ഹാക്ക് ഗരാറിൽ പാർത്തു. ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 8-ാമത്തെ വാക്യത്തോടു കൂടി അബ്രഹാമിയ യുഗത്തിന് തിരശ്ശീല വീണു എന്ന് നാം കാണുന്നു. ദൈവത്തിന്റെ സ്നേഹിതനും വിശ്വാസികളുടെ പിതാവും, ഒന്നുകൂടെ പറഞ്ഞാൽ ഹിത്യരുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവും ആയിരുന്ന അബ്രഹാം ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ തികച്ച ശേഷം മഹത്വത്തിലേക്ക് യാത്രയായി. തുടർന്നാണ് ഇസ്ഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയുടെ ഐതിഹാസികമായ രംഗപ്രവേശനം നാം കാണുന്നത്. എന്താണ് 26-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ ചിന്തകൾ? പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണുവാൻ കഴിയും. 1, ദൈവത്തിന്റെ ആലോചന ഇസ്ഹാക്കിന് ലഭിച്ചത് നീ മിസ്രൈമിലേക്ക് പോകരുത്. 2, ഈ ദേശത്ത് തന്നെ താമസിക്കുക. 3, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. 4, അങ്ങനെ ഇസ്ഹാക്ക് ഗരാറിൽ തന്നെ പാർത്തു. ആ ദേശത്ത് അവൻ വിതച്ചു, താൻ മഹാധനവാനായി തീർന്നു എന്നുള്ള ചിന്തകളാണ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ മിസ്രൈമിലേക്ക് പോകരുത് എന്ന് 2-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഡു നോട്ട് ഗോ ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതൊരു ദൈവ കൽപ്പനയാണ്. തന്റെ പിതാവായ അബ്രഹാം പണ്ടൊരിക്കൽ ക്ഷാമം വന്നപ്പോൾ ദൈവിക ആലോചന കൂടാതെ മിസ്രൈമിലേക്ക് പോയതിന്റെ ദുരന്ത ഫലം ഇന്നും അവസാനിച്ചിട്ടില്ല. എന്താണ് അതിന്റെ ദുരന്ത ഫലം? മിസ്രൈമിൽ നിന്നാണ് തനിക്ക് സഹായത്തിന് ഒരു മിസ്രൈമ ദാസിയെ ലഭിക്കുന്നത്. പിന്നത്തേതിൽ ആ ദാസി തന്നെ ഭാര്യയായി മാറുവാനിടയായി. അതിൽ കൂടിയാണ് ഇസ്മായേൽ എന്ന് പറയുന്ന ഒരു തലമുറ ജനിച്ചത്. പ്രിയമുള്ളവരെ, ഏത് കാലത്ത് ക്ഷാമം ഉണ്ടാകാം. ആ ക്ഷാമകാലത്തിൽ നമ്മെ പുലർത്തുവാൻ, നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ചിന്ത ഏത് ക്ഷാമകാലത്തിന്റെ കഠിനതയും അതിജീവിക്കുവാൻ ഒരു ദൈവത്തിലേക്ക് കഴിയും. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ ഇന്നും അതിന്റെ തിക്തഫലങ്ങൾ അബ്രഹാമിന്റെ തലമുറ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷാമകാലത്തിനകത്തും ദൈവത്തിന് പദ്ധതികളുണ്ട്. നവോമിയുടെ കുടുംബം ബേഥലേഹം വിട്ട് ക്ഷാമത്തിൽ മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. അത് ചെന്ന് അവസാനിച്ചതും ഒരു ദുരന്തത്തിലാണ്. ആഹാരം കഴിക്കാൻ പോയതാണ്. ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവർ ചെന്നെത്തിയ മോവാബ് അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. ആഹാരം കഴിക്കേണ്ട കുട്ടികൾ ആ മോവാബിൽ അവസാനിക്കുന്നു. അല്ലെങ്കിൽ അവർ ആകർഷിക്കപ്പെട്ട മോവാബ് അവരുടെ തകർച്ചയുടെ സ്ഥലമായി മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഇറങ്ങിപ്പോക്ക് ചിലപ്പോൾ നമ്മയും അത് വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇസ്ഹാക്കിന്റെ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഇടപെട്ടു. നീ ഈ ദേശം വിട്ട് പോകരുത്, ഈ ദേശത്ത് തന്നെ താമസിക്കുക. ഡൽ ഇൻ ദ ലാൻഡ്. ഇത്രയധികം ക്ഷാമം നേരിട്ടപ്പോഴും തനിക്ക് പോകുവാനുള്ള സാഹചര്യങ്ങളെല്ലാം മുമ്പിൽ വന്നപ്പോഴും മിസ്രൈമിലേക്ക് പോകാതെ ഈ കഠിനമായ ക്ഷാമത്തിലും ദൈവിക വാഗ്ദത്ത പ്രകാരം ഈ ദേശത്ത് തുടരുവാൻ തീരുമാനിച്ച ഇസ്ഹാക്ക് അവിടെ ദൈവത്തിന് അത്ഭുതങ്ങൾ കണ്ടു. എന്താണ് ദൈവത്തിന് അത്ഭുതങ്ങൾ? ഈ വേനൽ കൊണ്ട് ശൂന്യമായി കിടക്കുന്ന ഈ പാഴ്നിലങ്ങളിൽ ഇനിയും വിത്തെറിഞ്ഞാൽ ഈ കഠിനമായ തറയിൽ നിന്ന് വിത്ത് പൊട്ടിക്കിളിർത്ത് ഒരിക്കലും ഫലമുളവായി വരികയില്ല. അല്ലെങ്കിൽ ഈ ക്ഷാമകാലത്ത് വിതയ്ക്കുന്ന ഒരു ഭോഷത്വമാണ്. ബുദ്ധിയുള്ളവർ അത് ചെയ്യുകയില്ല. ഇപ്രകാരമുള്ള ക്ഷാമകാലത്ത് മറ്റ് പോംവഴികൾ അല്ലെങ്കിൽ മറ്റ് കുറുക്കുവഴികൾ, രക്ഷപ്പെടാനുള്ള മറ്റ് മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തും. പക്ഷേ പ്രിയമുള്ള, ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവിക വഴികളിൽ, ദൈവഹിതത്തിൽ, ദൈവാലോചനയിൽ, ദൈവശബ്ദത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുമോ? ഇസ്ഹാക്ക് ആ ദേശത്ത് താമസിച്ചു. എല്ലാവരും വിത്തെടുത്ത് കുത്തി തിന്നുന്ന ഒരു കാലമാണ്. പക്ഷേ ഇസ്ഹാക്ക് വിത്ത് വാരിയെറിയുവാൻ 100 മേനി ലഭിക്കുമെന്ന് വെച്ചുകൊണ്ട് വിതച്ചതല്ല. പക്ഷേ ഇസ്ഹാക്കിന്റെ വിളവുകളെ പൊലിപ്പിക്കുന്ന, വിത്തിനെ കിളിർക്കുമാറാക്കുന്ന, അതിനാവശ്യമായ മഞ്ഞും മഴയും നൽകി അതിനെ വളർത്തുവാൻ കാരണഭൂതനായ ഒരു ദൈവം, ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. എന്താണ് ദൈവത്തിന്റെ ആലോചന? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഐ വിൽ ബി വിത്ത് യു ആൻഡ് ബ്ലസ് യു. ഗരാറിൽ പാർത്ത ഇസ്ഹാക്കിനോട് ദൈവം സംസാരിക്കുന്നു. ഒരിക്കലും ദൈവിക പദ്ധതിയിൽ നാം പിന്മാറിപ്പോയാൽ അവിടെ പ്രിയമുള്ളവരെ നമ്മളുള്ള ദൈവത്തിന്റെ ആലോചന നിലയ്ക്കും. മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയ കാലം അത്രയും അബ്രഹാം ദൈവശബ്ദം കേട്ടില്ല. നവോമിയും തന്റെ പ്രിയമുള്ളവരും മോവാബിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ദൈവം അവരോട് സംസാരിച്ചില്ല. യോന ദൈവിക പദ്ധതി വിട്ട് ഓടിയകന്ന വിപരീത ദശയിലേക്ക് പോയപ്പോഴും മടക്കി വരുത്താൻ ദൈവം ഉപയോഗിച്ചത് അവിടെ കാറ്റിനെയാണ്. നവോമിയുടെ മുമ്പിൽ അത് വലിയ വേർപാടിന്റെ നാളുകളായിരുന്നു സമ്മാനിച്ചത്. അബ്രഹാമിന്റെ കൂടാരത്തിൽ അത് വാഗ്ദത്തങ്ങൾക്കെതിരെ വളരുന്ന ഒരു ജഡീക ഇസ്മായിലിന്റെ വളർച്ചയാണ് വെളിപ്പെടുന്നത്. ജഡത്താൽ ജനിച്ച ഇസ്മായിലിൽ കൂടി
ഇസ്ഹാക്കിൽ കൂടി വെളിപ്പെട്ട് വരേണ്ട വാഗ്ദത്ത സന്തതിയായ ക്രിസ്തുവിനെയാണ് ജഡപ്രകാരം ജനിച്ചവൻ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ താമസിച്ച ഇസ്ഹാക്കിന് അവൻ പാർത്ത ദേശത്ത് വർദ്ധിച്ച് താൻ ബലവാനായി തീരുവാനും ധനവാനായി തീരുവാനും ദൈവം ഇസ്ഹാക്കിന് അവസരം കൊടുത്തു. ഐസക് സോഡ് ഇൻ ദാറ്റ് ലാൻഡ്. വരേണ്ട ദേശത്ത് വിതയ്ക്കുന്നത് നമ്മുടെ ചിന്തയിൽ ഒരു വിവരക്കേടാണ്. എന്നാൽ ദൈവദർശനം പ്രാപിച്ചവർക്ക്, വിശ്വാസമുള്ളവർക്ക് ഈ മണ്ണിൽ വിതയ്ക്കുവാൻ ധൈര്യമുള്ളൂ. ചുട്ടുപൊള്ളുന്ന വെയിലേറ്റ് വരേണ്ട ഈ മണ്ണിൽ നാം കരഞ്ഞുകൊണ്ടല്ലേ വിതയ്ക്കുന്നത്. എന്നാൽ വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നതിന് ഒരു പ്രതിഫലത്തിൻ്റെ നാളുകളുണ്ട്. അത് കറ്റ ചുമന്ന് ആർപ്പോടുകൂടി വരുന്ന ഉത്സവത്തിൻ്റെ, ആർപ്പിൻ്റെ, ജയഘോഷത്തിൻ്റെ ദിനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നിങ്ങൾ വിതച്ച അതേ സ്ഥലത്ത് മുൻമഴയും പിന്മഴയും നൽകുവാൻ ദൈവം ശക്തനാണ്. ഇസ്ഹാക്കിന്റെ കണ്ണുനീരി വീണ് കുതിർന്ന മണ്ണിൽ ദൈവം ആ വിത്തിനെ പരിപോഷിക്കുവാൻ, വളർത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ ആവശ്യമുള്ളതെല്ലാം നൽകി. അതേപോലെയുള്ളവര് അവിടെ ഒരു 100 പേരി ദൈവം ഇസ്ഹാക്കിന് വേണ്ടി അതേ സ്ഥലത്ത് ഒരുക്കി വെച്ചിരുന്നു. സഭാപ്രസംഗ പുസ്തകം 11 അധ്യായം 4-6 വാക്യങ്ങളിൽ നാം കാണുന്നു, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കാം, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. പ്രിയരെ, നിങ്ങളുടെ മുമ്പിലുള്ള ഗരാറിൽ ഇന്ന് കാണുന്നത് ക്ഷാമമായിരിക്കാം, അല്ലെങ്കിൽ മാറയായിരിക്കാം. നസ്രേത്ത് എന്ന ദേശം പോലെ ഒരു നന്മയുമില്ലാത്ത സ്ഥലമായിരിക്കാം. പക്ഷെ ദൈവത്തിൽ വചനം പറയുന്നു, ലോകത്തിന്റെ തിന്മയെ മൊത്തം മാറ്റുന്ന, ലോകത്തിന്റെ ശാപത്തെ മൊത്തം മാറ്റുന്ന, ഈ മുഴു ലോകത്തിന്റെയും മാറയെ മധുരമാക്കി തീർക്കുന്ന ആ നന്മ, ആ അനുഗ്രഹം അത്യുന്നതൻ നസ്രേത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. നദനയിൽ ചോദിക്കുകയാണ്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമ്പോൾ? ലോകത്തിന് മൊത്തം നന്മയാകേണ്ട യേശു അതേ നസ്രേത്തിലാണ്. ഈ ക്ഷാമകാലത്താണ് 100 പേര്. ഈ ബേഥലേമിലാണ് ഒരു വലിയ കൊയ്ത്ത് നടക്കാൻ പോകുന്നത്. ഇതേ ബേഥലേമിലാണ് ലോകത്തിന് മുഴുവൻ വിശപ്പ് മാറ്റുന്ന ജീവനപ്പമായി യേശു ജനിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഗരാറിനെ വിട്ടുകളയരുത്, ബേഥലേമിനെ ഉപേക്ഷിക്കരുത്. പ്രിയമുള്ളവരെ, മിസ്രൈമിലേക്ക് നിങ്ങൾ വിട്ടുപോകരുത്. ഒരുപക്ഷെ ലോകമാവുന്ന മിസ്രൈം നിങ്ങളെ മാടി വിളിക്കും, ലോകത്തിന്റെ സ്വാധീനങ്ങൾ നിങ്ങളെ ആകർഷിക്കും. വഞ്ചിതരാകരുത്. തന്റെ പിതാവായ അബ്രഹാം ഇറങ്ങിപ്പോയതുപോലെ ഇസ്ഹാക്ക് ആ ദേശം വിട്ടു പോയില്ല. അതുകൊണ്ട് ഇന്നും നാം പ്രസംഗിക്കുന്നു, ക്ഷാമകാലത്തും ക്ഷേമമായി പുലർത്തുന്ന, 100 പേരി വിളവും വർധനവും നൽകുന്ന, മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാനം വർദ്ധിച്ച് മഹാധനവാനായി തീരുവാൻ കഴിയുള്ള, ധനവാനായി തീർക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസംഹരിക്കുമ്പോൾ, നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്ത ലോത്തിന് സംഭവിച്ച അപകടം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ചു കാണിക്കുകയാണ്. ഏത് സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തോ ആ സ്ഥലം പിന്നത്തേതിൽ ദൈവത്തിന് തന്നെ ന്യായം വിധിക്കേണ്ടതായിട്ട് വന്നു. ബേഥലേമിലെ ക്ഷാമം അധിക നാൾ നീണ്ടു നിൽക്കുകയില്ല. ദൈവം നിർദ്ദേശിച്ച നിനവയ്ക്ക് വിപരീത ദിശയിൽ പലായനം ചെയ്ത യോനയെ കാത്തിരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഈ ലോകത്തിന്റെ മാനദണ്ഡം നാം സ്വീകരിക്കണം. ദൈവത്തിന്റെ പ്രകാരം നമ്മുടെ ജീവിതം സൂക്ഷിക്കാം. അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.